ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലാസോ പാൻ്റ് ആണ്, ലൂസ് പലാസോ ആണ്. അപ്പോൾ ഇതിന് വേണ്ട മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്: ലെങ്ത്ത്, ഹിപ്പ്, വേസ്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്റർ റയോൺ ഫാബ്രിക്കാണ്. ഫസ്റ്റ് തന്നെ നമ്മളിതൊന്ന് നുവർത്തെടുക്കുക. നുവർത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ സെൻറ്റർ കണ്ട് ഇതൊന്ന് മടക്കുക. ലെങ്ത് വൈസ് ആണ് നമ്മളിത് മടക്കേണ്ടത്. അപ്പോൾ ലെങ്ത് വൈസ് മടക്കിയതിന് ശേഷം നമ്മളിതിനെ വിഡ്ത്ത് വൈസ് ഒന്നും കൂടി മടക്കുക. അപ്പോൾ വിഡ്ത്ത് വൈസ് മടക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഹിപ്പ് സൈസ് എന്ന് പറയുന്നത് 35.5 അതിനോട് കൂടി ഞാനൊരു 4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് 39.5 കിട്ടും. 39.5നെ ഞാൻ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10 ഇഞ്ച് കിട്ടും. പ്ലസ് ഒരു 5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ദാ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഓപ്പൺ സൈഡാണ്, ഇത് ഫോൾഡഡ് സൈഡാണ്, ഈ പോർഷനും ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ അത്രയും മനസ്സിലായാലും ഇനി ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് ഓപ്പൺ സൈഡിലേക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ 1.25 ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഇലാസ്റ്റിക്കാണോ എടുക്കുന്നത് ആ ഇലാസ്റ്റിക് വെച്ച് നോക്കുക, പ്ലസ് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 1.25 വന്നത്. നിങ്ങളുടെ ഇലാസ്റ്റിക്കിനനുസരിച്ച് കണ്ടോ, അതവിടെ ഫോൾഡ് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇലാസ്റ്റിക്കിനനുസരിച്ച് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് ഒരു 36 ഇഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, 36 ഇഞ്ച് മാർക്ക് ചെയ്യുക. 36 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന 1.5 ഇഞ്ച് അത് അടിഭാഗം ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുക്കണം. കണ്ടോ, അപ്പോൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്, കണ്ടോ, ഓപ്പൺ സൈഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ മേളിലെ ഈ ഭാഗം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഭാഗമാണ്. പിന്നെ ഇത് ലെങ്ത്താണ്, നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്ന അടിഭാഗം ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം 2 മീറ്റർ തുണി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ലെങ്ത്ത് 36 വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടി നീളമുള്ള ആളാണെങ്കിൽ നമ്മളിതാ ഈ ഭാഗത്തുനിന്ന് തുണി എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് ബെൽറ്റിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ഇലാസ്റ്റിക് ഫോൾഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ബെൽറ്റ് പോർഷനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ലെങ്ത്ത് 2-3 ഇഞ്ച് നമുക്ക് കൂട്ടാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയൻസിന് വേണ്ടി നമ്മൾ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളിവിടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഹിപ്പ് സൈസ് എന്ന് പറയുന്നത് 35.5 അതിനോട് കൂടി ഒരു 4 ഇഞ്ച് ലൂസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് 39.5 വരും. അപ്പോൾ പിന്നെ അതിൻ്റെ 4/1, അതായത് അതിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു അറൗണ്ട് 10 വരും, 9.9 10 ഇഞ്ചൊക്കെ വരും. അത് നമ്മളതായി സൈഡിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിടുക. പ്ലസ് എക്സ്ട്രാ നമ്മളൊരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 10.5 ടോട്ടൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ താഴോട്ട് എത്രയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്, ഇവിടെ താഴോട്ട് മെഷർമെൻറ്റ് എടുക്കണം. അതും നമ്മൾ 10 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് കണ്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് കൂടാതെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യണം കണ്ടോ. ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. പിന്നെ വലിയ സൈസ് ആണെങ്കിൽ 2.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം കണ്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഇത് 12 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മളിനി ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 2 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ ഒരു 40 ഹിപ്പ് സൈസ് മേളിലാണെങ്കിൽ 40-ന് മേളിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം. ഇനി ഈ ഫോൾഡഡ് പോർഷൻ തൊട്ട് നമ്മൾ ഇപ്പോൾ വരച്ച ആ പോയിന്റ് വരെ എത്ര നീളമുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അത് 12.5 വരുന്നുണ്ട്.
ബോട്ടം പോർഷനിലും നമുക്ക് ഈ സെയിം മെഷർമെൻറ്റ് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അധികം വിഡ്ത്ത് വേണ്ട എന്നുള്ളവർക്ക് ഈ മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. അതല്ല പക്ഷേ എനിക്കൊരു 2 ഇഞ്ച് ഞാനൊരു എക്സ്ട്രാ കൂട്ടിയിടുകയാണ്. കാരണം എനിക്ക് അടിഭാഗത്ത് കുറച്ച് വിഡ്ത്ത് വേണം. അതിന് ഒരു 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തു. ഇത് കൂടുതൽ മാർക്ക് ചെയ്യരുത് കേട്ടോ. 1-2 ഇഞ്ച് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. അതിൽ കൂടുതൽ മാർക്ക് ചെയ്താൽ നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു സൈഡ് അങ്ങ് തൂങ്ങിപ്പോകും. അപ്പം മാക്സിമം ബോട്ടം പോർഷനിൽ 2 ഇഞ്ച് വരെ എക്സ്ട്രാ എടുക്കാം. ഇനി ഈ പോയിൻറ്റും ബോട്ടം പോയിൻറ്റും തമ്മിൽ നമുക്കിതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വരച്ച പോയിൻറ്റിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ ഇതൊന്ന് നിവർത്തിടുക. നമ്മുടെ മേൽഭാഗം ഫോൾഡഡ് സൈഡാണ്, ഫോൾഡഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബിഗിനേഴ്സിന് എപ്പോഴും ഒരേ കളറ് തുണിയിൽ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് റോങ് സൈഡും തിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വെട്ടുന്ന ആ സമയത്ത് റോങ് സൈഡ് കണ്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഇൻറ്റു ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇത് രണ്ടും നല്ല വശമാണ് കണ്ടോ. അപ്പം ഡിസൈൻസ് ഉള്ള തുണിയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള തുണിയിൽ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഒരു പീസ് നമ്മൾ എടുക്കുക. ഒരു പീസ് എടുത്തതിന് ശേഷം നിവർത്തിട്ട് നോക്കി. ഞാനിത് കണ്ടോ റോങ് സൈഡിലാണ് നിവർത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബോട്ടം പോർഷൻ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആദ്യമേ എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എഡ്ജിലൂടെ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് പോവുക. സോ അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇത് റോങ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഇനി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചിട്ടിട്ട് സെൻറ്റർ കണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രോച്ച് ഭാഗം തൊട്ട് ബോട്ടം പോർഷനിലേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതേ ചെയ്ത പോലെ എല്ലാം തന്നെ ഞാൻ ഈ പീസ് ഫാബ്രിക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 പീസും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് 2 ഇപ്പോൾ റോങ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പീസിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചെടുക്കുക. കണ്ടോ. റൈറ്റ് സൈഡിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷം റോങ് സൈഡിൽ കിടക്കുന്ന ഈ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് കയറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പൺ സൈഡ് ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം കണ്ടോ, ഇത് നമ്മുടെ ഓപ്പൺ സൈഡാണ്. കണ്ടോ. രണ്ടിൻ്റെയും ആ അടിഭാഗം ഒരുപോലെ ഒരുമിച്ച് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ സൈഡ് കണ്ടോ എല്ലാം ഒരുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡ് മുതൽ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ചുറ്റി സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടോ. ഒരു 1/2 ഇഞ്ച് മാത്രമേ നീക്കാവുള്ളൂ കേട്ടോ. അധികം സീം അലവൻസ് എടുക്കണ്ട. എന്നിട്ട് നമ്മുടെ ആ അടിഭാഗമാകുമ്പോൾ കണ്ടോ 2 ക്രോച്ചിൻ്റെ പോർഷനും ഒരുമിച്ച് പിടിക്കുക. കണ്ടോ. ഈ 2 പോർഷനും ഒരുമിച്ച് പിടിക്കുക. അങ്ങോട്ട് കയറി ഇറങ്ങിയൊന്നും പോകരുത്. എന്നിട്ട് വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക. കണ്ടോ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ കണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം.
ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച അടയാളം, മാർക്ക്. സോ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്കിൽ കണ്ടോ, ആ മാർക്കിൽ നിന്ന് ഫോൾഡ് ചെയ്യുക അകത്തേക്ക്. കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചുറ്റി തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഫുള്ള് ഫോൾഡ് ചെയ്ത് ചുറ്റി തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റി തയ്ക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇലാസ്റ്റിക് കയറ്റാൻ 1 ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് ലീവ് ചെയ്തണം. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഞാനിട്ട ഗ്യാപ്പാണ്. അപ്പോൾ ഇനി നമുക്കിതിലൂടെ ഇലാസ്റ്റിക് കയറ്റിയെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കുക. എൻ്റെ മെഷർമെൻറ്റിൽ 33.5 എൻ്റെ വേസ്റ്റ് അളവ് വന്നിരിക്കുന്നത്. സോ അതിൽ നിന്നും ഒരു 4 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 29.5 കിട്ടും. ആ 29.5 ഞാൻ ഇലാസ്റ്റിക്കിന് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സെപ്റ്റിപ്പിൻ യൂസ് ചെയ്ത് നമുക്കിതിനുള്ളിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇത് ഞാൻ പുറത്തേക്ക് എടുത്തു. കണ്ടോ, ഇലാസ്റ്റിക് ഞാനിതാ പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ഇതേപോലെ 2 അറ്റവും ഒന്നിന് മുകളിൽ ഒന്നാക്കി വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റിയതിന് ശേഷം നമ്മുടെ ആ ഓപ്പണിങ് നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.